പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ മിന്നൽ നിച്ചുവാണ്. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലൊക്കെ. ഈ ആക്ടർ ജയന്റെ മകനാണ് മുരളി ജയൻ എന്നിട്ട് വന്ന ഒരാളെ ഫേസ് ഒരേപോലെ ഉണ്ട്, അത് കാണുമ്പോഴത്തെ കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നി. ഞാൻ ഒരുപാട് നോക്കി ഞാൻപോഴത്തേക്ക് അതേപോലെ ജയന്റെ അതേ കട്ടുള്ളൊരു വ്യക്തിയാണ്. എന്ത് പറയുക, ജയന്റെ രക്തം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടായി, ഞങ്ങൾ കുടുംബക്കാരാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടുത്തെ പറഞ്ഞു, നിങ്ങൾ DNA ടെസ്റ്റ് ചെയ്തോളി. അത്രയൊരു തൻ്റെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ DNA ടെസ്റ്റ് ചെയ്തോളി. ഇതൊരു DNA ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ ഇഷ്ടമാണ്, മറിച്ച് അതൊക്കെ എന്തൊക്കെ വഴക്കൊക്കെ പറഞ്ഞു തന്നെ. അപ്പം ഞാൻ പറയുന്നുണ്ട്, യാതൊരു തർക്കമില്ല, അത് ജയന്റെ മകൻ തന്നെയാണ് മുരളി ജയൻ. അയാളെ കാണുമ്പോഴത്തേക്ക് അതേപോലുണ്ട്. അത് അവരുടെ വീട്ടുകാർക്കും അറിയാം. ഇതേ ജയൻ സാറിൻ്റെ വീട്ടുകാർക്ക്, അനിയൻ്റെ മക്കൾക്ക്, ഡോക്ടർക്ക് എല്ലാവർക്കും അറിയാം. അവർ പേടിച്ചിട്ടാണ് DNA ടെസ്റ്റ് നടത്തുന്നത്. അത് എന്തുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് അവരക്കാല അവകാശം ഈ മകനാണ്. അത്ര തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ DNA ടെസ്റ്റ് നടത്തണം. DNA ടെസ്റ്റ് നടത്തിയിട്ട് എന്ത് റിസൾട്ടും കൊണ്ടുവന്നോളി. എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടെടുക്കുക, എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊള്ളി. ഒരു കുഴപ്പമില്ല. അല്ലാതെ ഈ ആളെ വെട്ടിച്ച് ഫോം പിടിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. അത് നടക്കുന്ന വിഷയമൊന്നുമല്ല, മനസ്സിലല്ലേ? അപ്പം ഈ തട്ടിക്കളയും പൊട്ടിക്കളയും എന്നൊക്കെ പറയുന്നതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും പറഞ്ഞ് ഇപ്പോഴും വന്ന്, അത് ജയൻ സാറിൻ്റെ മകൻ തന്നെയാണ് മുരളി ജയൻ. ഓക്കെ, ഇതിൻ്റെ വിഷയത്തിൽ എന്തൊരു പ്രശ്നം വന്നെങ്കിലും ഞാൻ നേരിട്ടോളാം. എന്നിട്ട് DNA ടെസ്റ്റ് എഴുതിക്കൊള്ളി. DNA ടെസ്റ്റ് ഒരു നെഗറ്റീവ് വന്നാൽ ഞാൻ എത്ര വർഷം വേണമെങ്കിൽ ജയിലിൽ ഇരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഐ ലവ് കേരള ജയിൽ, ഇന്ത്യൻ ജയിൽ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അവിടത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് ബാഡ് കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ കമൻ്റ് എഴുതി കാര്യമില്ല. നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തോളി, എന്നിട്ട് DNA ടെസ്റ്റ് ചെയ്തോളി. DNA ടെസ്റ്റ് റിസൾട്ട് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അതല്ലാതെ ഇങ്ങനെ പേടിപ്പിച്ചൊക്കെ ഈ സർപ്പത്തിനൊക്കെ ഈ വാനപ്പാമ്പ് കാണിച്ചൊന്ന് പേടിപ്പിക്കില്ലേ, അത് വേറെ കാര്യം. അത് നന്ദി, നമസ്കാരം.